Spirit of the Times, a textbook for English MG University, old syllabus, BA and BSc. Today we look into the 8th unit of this textbook. The name of the lesson is Good and Bad Elements, and it is an article written by John Emslie. Who was John Emslie? He was a science writer, as we know. His life was devoted for chemistry. He was born in the year 1938, and he was also nominated for so many awards regarding science and also even for Nobel Prize. John Emslie, today 87 years, is a well-known popularizer of science. ജോൺ എംസ്ലി 87 വയസ്സ്, ശാസ്ത്രത്തിൻ്റെ നല്ല പ്രചാരകൻ, അറിയപ്പെടുന്ന പ്രചാരകൻ. He lectured in chemistry for more than 2 decades in the University of London. 2 ഡെക്കേഡുകളിലധികം, ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 വർഷമാണ്. ഇപ്പോൾ 2 ഡെക്കേഡ് എന്ന് പറയുമ്പോൾ 20 വർഷത്തിലധികം അദ്ദേഹം കെമിസ്ട്രി ലെക്ചറായിട്ട് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഹാസ് ഓതേർഡ് മോർ ദാൻ 100 റിസർച്ച് പേപ്പേഴ്സ്. 100-ലധികം ഗവേഷണ പേപ്പറുകൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുമുണ്ട്. ഇസ് മന്ത്ലി കോളം ഫോർ ദ ഇൻഡിപെൻഡൻറ്റ്. ദ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളത് ഒരു മാഗസിനാണ്. ആ മാഗസിന് വേണ്ടി അദ്ദേഹം ഒരു കോളം എപ്പോഴും എഴുതുമായിരുന്നു സ്ഥിരമായിട്ട്. ആ കോളം ഉണ്ടല്ലോ, ഇറ്റ് മെയ്ഡ് സയൻസ് ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദ കോമൺ റീഡർ. സാധാരണക്കാരനായ വായനക്കാരന് പോലും ശാസ്ത്രം വളരെ എളുപ്പമുള്ള രസകരമായ വിഷയമാക്കി മാറ്റി. കെവലർ എന്ന ഒരു എലമെന്റിനെ കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കെവലർ എന്ന ഒരു മൂലകം, പീരിയോഡിക് ടേബിളിലെ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒത്തിരി മൂലകങ്ങൾ. ആവർത്തന പട്ടികയിലെ മൂലകങ്ങളിൽ ഒരു മൂലകമാണ് കെവലർ. അപ്പോൾ അങ്ങനെ ഒരു എലമെന്റിനെ കുറിച്ചും അതുപോലെ വേറൊരു എലമെന്റാണ് ലെഡ്. കെവലർ നല്ലൊരു എലമെന്റ് ആണെന്നാണ് അദ്ദേഹം തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഡ് വളരെ അപകടകരമായ ഒരു മൂലകമാണ് എന്നും പറഞ്ഞിരിക്കുന്നത്. ലെഡ് വളരെ ഡേഞ്ചറസ് ആയ ഒരു എലമെന്റ് ആണ്. ഇതാണ് നമ്മുടെ ഈ പാഠത്തിന്റെ ആകെയുള്ള സംഗ്രഹം. കെവലർ ഒരു ഗുഡ് എലമെന്റ് ആണ്, ലെഡ് ഒരു ബാഡ് എന്നല്ല, ഒരു ഡേഞ്ചറസ് എലമെന്റ് ആണ്. ആ രീതിയിലാണ് പറയുന്നത്. Emslie is currently working as a science writer in the University of Cambridge. ഇപ്പോൾ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സയൻസ് റൈറ്ററായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അന്നത്തെ കാലത്ത് ഈ പുസ്തകം പഠിപ്പിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ, അതായത് 2008-9 കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ആയിട്ടുണ്ടാവണം, 87 years ആയിട്ട്. Here he discusses 2 chemical substances that have distinct features. ഇവിടെ അദ്ദേഹം 2 കെമിക്കൽ എലമെന്റുകളെ കുറിച്ച്, കെമിക്കൽ സബ്സ്റ്റൻസുകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടിലും 2 തനത് സവിശേഷതകളാണുള്ളത്, 2 ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് കെവലർ ആണ്, കെവലർ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന മെറ്റീരിയൽ, വിത്ത് ഇറ്റ്സ് ബെനഫിഷ്യൽ നേച്ചർ, അതിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ആൻഡ് ലെഡ്, രണ്ടാമത്തെ ലെഡ് ആണ്, വിത്ത് ഇറ്റ്സ് ഡേഞ്ചറസ് നേച്ചർ. ലെഡ് എന്ന മെറ്റീരിയൽ ആണെങ്കിൽ വളരെ അപകടകരമായ ഒരു മെറ്റീരിയൽ ആണെന്ന് പറയുന്നത്. കെവലർ ഈസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലേഖനം തന്നെ ആരംഭിക്കുന്നത്. കെവലർ അത് ഉരുക്കിനേക്കാൾ ബലമുള്ളതാണ് എന്ന് പറയുകയാണ്, അതായത് ഉരുക്കിനേക്കാൾ കാഠിന്യമുള്ള വസ്തുവാണ്. ദ റീസൺ വൈ TWA ഫ്ലൈറ്റ് 800 ട്രാൻസ് വേൾഡ് എയർലൈൻ ഫ്ലൈറ്റിനെയാണ് TWA ഫ്ലൈറ്റ് 800 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിമാനം തകർന്നു വീണായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഫ്രാൻസിലെ പാരീസിലേക്ക് പറക്കുകയായിരുന്നു ഈ വിമാനം. ഒരു നീണ്ട പറക്കലാണ്. പക്ഷെ അമേരിക്കയിൽ നിന്ന് അത് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ അത് എവിടെയോ റഡാറിന് അപ്രത്യക്ഷമായി. ക്രാഷ്ഡ് ഇൻ ദ സീ, കടലിലേക്കാണ് വീണത്, നിയർ ലോങ് ഐലൻഡ് ഇൻ ജൂലൈ 1996. അതായത് 1996 ജൂലൈ മാസത്തിലാണ് അത് ക്രാഷ് ആയത്. കില്ലിംഗ് 229 പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ. ആ വിമാനം നടുകനെ വെച്ച് വട്ടം പിളർന്നു പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇമേജിൽ കാണാം. ഏതാണ്ട് 229 പാസഞ്ചർ ക്രൂ ഉണ്ടായിരുന്നു. ആൻഡ് മേ നെവർ ബി നോൺ ഫോർ സർട്ടൻ. പിന്നീട് അവരെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായതുമില്ല ഈ യാത്രക്കാരെ സംബന്ധിച്ച്. ഇനി നമ്മുടെ ഈ മാപ്പ് കാണുന്നത് ഇതാണ്. JF കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂയോർക്കിലാണ്. ഇവിടെ നിന്നാണ് വിമാനം പൊങ്ങി പറന്നത്. വിമാനം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ച് പറന്നപ്പോൾ മിനിറ്റ്സ് ആഫ്റ്റർ ടേക്ക് ഓഫ് എയർലൈനർ ഡിസപ്പിയേഴ്സ് ഫ്രം റഡാർ സ്ക്രീൻസ്. റഡാർ സ്ക്രീനിൽ നിന്ന് എയർലൈനർ ഡിസപ്പിയർ ആവുന്നു. അതിന്റെ പ്ലാൻഡ് റൂട്ട് എന്ന് പറയുന്നത് JFK ഇന്റർനാഷണൽ എയർപോർട്ട്, ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ പാരീസിലേക്ക് ഉള്ള ചാൾസ് ഡി ഗോളെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകേണ്ടിയിരുന്നത്. ഇതിനിടയിൽ എവിടെയോ ആണ് അത് തകർന്നു വീണത്. At the time, and just as the world was awaiting the start of the Atlanta Olympic Games. നോക്കുക, ഇത് ആ സമയത്ത് അറ്റ്ലാന്റ ഒളിമ്പിക് ഗെയിം പ്രതീക്ഷിക്കുകയാണ്. അമേരിക്കയിലെ അറ്റ്ലാന്റ ഒളിമ്പിക് ഗെയിം
പ്രതീക്ഷകളുടെ ലോകം കാത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നത്. അതായത് ദി 1996 സമ്മർ ഒളിമ്പിക്സ് വെർ ഇൻ ആൻ ഇന്റർനാഷണൽ മൾട്ടി സ്പോർട്ട് event held from July 19 to August 4, 1996. 96 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇത് നടന്നത്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അറ്റ്ലാന്റയിൽ, ജോർജിയയിലെ അറ്റ്ലാന്റയിലാണ് ഇത് നടന്നത്. അങ്ങനെ അറ്റ്ലാന്റ ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന ആ സീസണിലും കൂടി ആയിരുന്നു ഈ സംഭവം എന്ന് ഓർക്കണം. ഇറ്റ് വാസ് അസ്യൂംഡ് ദാറ്റ് ദ പീപ്പിൾ ഹു ലോസ്റ്റ് ദർ ലൈവ്സ് വെർ വിക്ടിംസ് ഓഫ് എ ബോംബ് ഇൻ ദ എയർക്രാഫ്റ്റ്സ് ഹോൾഡ്. ഈ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർ വാസ്തവത്തിൽ എയർക്രാഫ്റ്റിന്റെ ഹോൾഡിൽ എവിടെയോ ഒരു ബോംബ് ഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഇരകളായിരുന്നു അവർ എന്ന് വേണം മനസ്സിലാക്കാൻ. ദിസ് വാസ് വാട്ട് ഹാഡ് ഹാപ്പൻഡ് ടു പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 104. അതുപോലെ തന്നെ ഇതേ സംഭവം തന്നെയാണ് പാൻ അമേരിക്കൻ ഫ്ലൈറ്റിന് 104 സംഭവിച്ചത്, വിച്ച് എക്സ്പ്ലോഡർ ഓവർ ലോക്കർബൈ, സ്കോട്ട്ലൻഡിലെ ലോക്കർബൈയിൽ അത് പൊട്ടിച്ചിതറി ഇൻ 1988, കില്ലിംഗ് 270 പീപ്പിൾ. 1998 ഇത് സംഭവിച്ചത്. 270 ആളുകളെയാണ് ഈ അപകടം ഇരയാക്കിയത്. ഇനി നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നല്ലേ? അതെ, അതിനൊരു കാരണമുണ്ട്. ബട്ട് ആൻ എയർക്രാഫ്റ്റ് മൈറ്റ് സർവൈവ് ആൻ എക്സ്പ്ലോഷൻ ഇൻ ഇറ്റ്സ് ബാഗേജ് ഹോൾഡ് ഇഫ് ദിസ് വർ സീൽഡ് വിത്ത് കെവലർ പാനൽസ്. ഒരു എയർക്രാഫ്റ്റിന്റെ ബാഗേജ് ഹോൾഡിൽ ഒരു എക്സ്പ്ലോഷൻ വരാതെ അതിനെ സംരക്ഷിക്കാനായിട്ട് കഴിയുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ കെവലർ പാനലുകൾ എന്ന് പറയുന്ന ഈ എലമെന്റ്, നമ്മൾ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന ബെനിഫിറ്റ് ഉള്ള ഈ കെവലർ പ്ലാസ്റ്റിക്കിന്റെ പാനൽ കൊണ്ട് ഈ ഇതിന്റെ ബാഗേജ് സീൽ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇത് എക്സ്പ്ലോഷൻ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാം. എന്താണ് അപ്പോൾ കെവലർ? കെവലർ ഇസ് ദ പ്ലാസ്റ്റിക് ദാറ്റ് ക്യാൻ സ്റ്റോപ്പ് എ ബുള്ളറ്റ്. ഒരു ബുള്ളറ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് കെവലർ, വിച്ച് ഈസ് വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്. അതുകൊണ്ടല്ലേ അത് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകളിൽ, അതായത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളിൽ ഈ കെവലർ എന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിന്റെ കാരണം അതാണ് എന്ന് പറയാം. ഒരു വെടിയുണ്ട ഏൽക്കുകയോ അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തിയാലോ ഒന്നും തന്നെ ആ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുന്ന വ്യക്തിക്ക് യാതൊരു പരിക്കും പറ്റുകയില്ല എന്നർത്ഥം. സോ ഗ്ലൗസുകൾ ഉണ്ടാക്കാനൊക്കെ ഈ ഹെൽമെറ്റുകൾ ഉണ്ടാക്കാനൊക്കെ ഈ കെവലർ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഓൾറെഡി പ്രൊട്ടക്ട്സ് പ്ലെയിൻസ് ബൈ ലൈനിങ് ദ എഞ്ചിൻ കമ്പാർട്ട്മെന്റ്. അപ്പോൾ വിമാനങ്ങളുടെ എഞ്ചിൻ കമ്പാർട്ട്മെന്റുകളെ അത് ഇപ്പോൾ തന്നെ പല പ്ലെയിനുകളുടെയും അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ടു ലിമിറ്റ് ദ ഡാമേജ് ദാറ്റ് മൈ ബി കോസ്റ്റ് ഷുഡ് ദ ടർബൈൻ ബ്ലേഡ് ഫ്ലൈ ഓഫ്. അതിൻ്റെ ടർബൈൻ ബ്ലേഡ്, വിമാനത്തിൻ്റെ ടർബൈൻ ബ്ലേഡ് പറന്നു പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അതിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിൻ്റെ ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ നിലവിൽ തന്നെ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് ലൈറ്റ്നസ്, നോക്കൂ, അതിന് നല്ല കരുത്തുള്ള ഒരു മെറ്റീരിയലാണ് ഈ കെവലർ പ്ലാസ്റ്റിക്. പക്ഷെ അത് ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ കരുത്തും അതേസമയം ലൈറ്റ്നസും കൊണ്ട് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദ ബോയിങ് 757. ബോയിങ് 757 എന്ന ഒരു വലിയ യാത്രാ വിമാനം നമുക്കറിയാം. അതിൻ്റെ ഫ്രെയിം വർക്കിൽ ഇത് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. വെദർ എ കെവലർ ബാഗേജ് ഹോൾഡ് കുഡ് കണ്ടെയ്ൻ ദ ബ്ലാസ്റ്റ് ഓഫ് എ ബോംബ് റിമെയിൻസ് ടു ബി സീൻ. അതായത് ഒരു കെവലർ ബാഗേജ് തീർച്ചയായിട്ടും ഒരു ബോംബ് ബ്ലാസ്റ്റിനെ ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് പറഞ്ഞു വരുന്നത്. ദ UK ഡിഫൻസ് ഇവാലുവേഷൻ റിസർച്ച് ഏജൻസി, ബ്രിട്ടനിലെ ഒരു പ്രതിരോധ ഗവേഷണ വിഭാഗമാണ് DERA എന്ന് പറയുന്ന ഈ ഡിഫൻസ് സംവിധാനം. അവിടെ